നമസ്കാരം. ഒക്ടോബറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിവിൻ പോളിയും മമിത ബൈജുവും പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന പുതിയ മലയാളം സിനിമയെക്കുറിച്ചാണ്. പ്രേമലു, സൂപ്പർ ശരണ്യ, തണ്ണീർമത്തൻ ദിനങ്ങൾ എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ ഗിരീഷ് ഏടിയുടെ പുതിയ ചിത്രമാണിത്. അതുകൊണ്ട് തന്നെ സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷയും വളരെ കൂടുതലാണ്. ആഷ്ലി എന്ന യുവതിയുടെ ജീവിതത്തിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത്. വിദേശത്ത് നിന്ന് നാട്ടിലെത്തുന്ന ആഷ്ലിയുടെ ജീവിതത്തിൽ അടുത്ത വീട്ടിലെ ഒരു വിവാഹം ചില പഴയ ഓർമ്മകൾ തിരികെ കൊണ്ടുവരുന്നു. ജസ്റ്റിൻ എന്ന തൻ്റെ ആദ്യ പ്രണയത്തെ വീണ്ടും ഓർക്കാൻ തുടങ്ങുന്ന ആഷ്ലി ജീവിതം, പ്രണയം, കുടുംബം, രണ്ടാമതൊരു അവസരം എന്നിവയ്ക്കിടയിൽ കുടുങ്ങിപ്പോകുന്നു. ആദ്യ പ്രണയം ജീവിതത്തിൽ വീണ്ടും കടന്നു വന്നാൽ എന്ത് സംഭവിക്കും എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് സിനിമ പറയാൻ ശ്രമിക്കുന്നത്. പ്രധാന താരങ്ങൾ നിവിൻ പോളി, മമിത ബൈജു, വിനയ് ഫോർട്ട്, സംഗീത് പ്രതാപ്, ശ്യാം മോഹൻ, ബിന്ദു പണിക്കർ, സുരേഷ് കൃഷ്ണ, സൃന്ദ എന്നിവരാണ്. സംവിധാനം ഗിരീഷ് ഏടി. തിരക്കഥ ഗിരീഷ് ഏടി ആൻഡ് കിരൺ ജോസി. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത നായകനും നായികയും തമ്മിലുള്ള പ്രായവ്യത്യാസത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രണയകഥയാണ്. ഗിരീഷ് ഏടിയുടെ മുൻ ചിത്രങ്ങളെ പോലെ തന്നെ ഈ സിനിമയും ഒരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് ഡ്രാമയാണ്. പ്രേമലിനു ശേഷം മമിത ബൈജുവും ഗിരീഷ് ഏടിയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. മികച്ച താരനിര തന്നെ ഈ സിനിമയിൽ ഉണ്ട്. ഫീൽ ഗുഡ് പ്രണയകഥ എന്ന് പറയാം. നല്ല മികച്ച അവതരണ ശൈലി, മികച്ച സംഗീതം. ഈ ഓണത്തിന് ഏറ്റവും അധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. നിങ്ങൾ ഈ സിനിമ കാണാൻ പോകുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.